ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഞങ്ങളുടെ വീടിന് മുമ്പിൽ ഒരു ആചാര പറമ്പാണ്, നിറച്ചും വാഴയും തെങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം മോട്ടൻ പറഞ്ഞു, ഇവിടുന്ന് വാഴക്കൊല വെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇണ്ണിക്കാമ്പ് എന്ന് പറഞ്ഞാൽ അറിയോ? എന്താ പറയുക, വാഴേൻ്റെ ഉള്ളിലെ കാമ്പ്, ഇത് ഇണ്ണിത്തട്ടല്ല, ഇണ്ണിക്കാമ്പ്. അത് വാഴ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇണ്ണിക്കാമ്പ് പൊളിക്കായിരുന്നില്ലേ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൊളിച്ച് വരാമെന്ന് പറഞ്ഞ് ഞാൻ അത് പൊളിക്കാൻ വേണ്ടി പോവാട്ടോ. ഈ വാഴയാണ് വെട്ടിയിട്ടേക്കുന്നത്. ഇനി ഇത് അടിയിൽ നിന്ന് വെട്ടിയിട്ട് തള്ളിയിടണം. അപ്പം ഞാനത് തള്ളിയിട്ടിട്ട് പൊളിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും അത് നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചെറുപയറോ മമ്പയറോ മുതിരയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും, നല്ല സാധനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് വെട്ടിയെടുക്കട്ടെ. ഇത് 1.5 വാഴയാണ് കേട്ടോ. അത് വെട്ടിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. എന്തായാലും നോക്കാം, ഉപ്പേരി വയ്ക്കണ്ടേ. മറിഞ്ഞ് വീണേ, വീണു ഉണ്ടോ. ഇനി ഇതൊക്കെ പൊളിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാട്ടോ 5 എണ്ണം ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടേ. അതെ, ഇത് കൊണ്ടുപോയിട്ട് കഴുകി അരിഞ്ഞ് ഉപ്പേരി വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ വട്ടത്തിൽ അരിയണേ. എന്നിട്ട് ഇതുപോലെ, എനിക്കിങ്ങനെയൊക്കെ അരിയാൻ അറിയുള്ളൂ കേട്ടോ. നല്ലോണം പൊടിയായിട്ടൊക്കെ അരിയുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിത്രേ പോവുള്ളൂ. പിന്നെ ഇത് വല്ലാതെ മൂക്കാത്തത് കൊണ്ട്, തണ്ട് നല്ല ഇളയതാണ്, അപ്പോൾ അതുകൊണ്ട് വേഗം വേവും. മൂത്തതൊക്കെ ആകുമ്പോൾ കുറച്ചൊരു പാടാണ്. അപ്പോൾ ഇത് 2. പിന്നെ ഇതാ മുതിര ഇട്ടിട്ടാട്ടോ വയ്ക്കുന്നത്. കുറച്ച് മുതിര വറുത്ത് വെച്ചതാണ്. എന്നിട്ട് ഇനി അത് കുക്കറിലേക്കിട്ട് മുതിര ഒരു 3/4 വേവായി കഴിയുമ്പോൾ ഞാൻ ഇത് കഴുകിയിട്ട് അങ്ങോട്ട് ഇട്ട് കേട്ടോ ചെയ്യാം. ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഇതിന് ശേഷമാണ് ഞാൻ പച്ചമുളകും തേങ്ങയും ഒരു നുള്ള് ജീരകം, വെളുത്തുള്ളി, ഉള്ളി, ഒരു കഷ്ണം ചെറിയൊരു ഇഞ്ചി എടുത്തിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെല്ലൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കും. എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് എടുക്കുക കേട്ടോ ചെയ്യാം. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ രാത്രിക്കാണ് ഇതെടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രി കറിവേപ്പിൻ്റെ ഇല എടുക്കാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇല ഒഴിവാക്കി. അപ്പം ഇങ്ങനെയാണ് ഞാനിത് പാകം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾ വേറെ വെറൈറ്റി ആയിട്ടൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടി ഒന്ന് നിങ്ങളെ വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞുകൊണ്ടാട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. എന്തായാലും മോശമില്ലാണ്ട് എല്ലാവരും കഴിക്കലുണ്ട്, നന്നെന്നൊക്കെ പറയലുണ്ട്. നിവൃത്തിയില്ലാതെ പറയുന്നതാണോ എന്ന് അറിയത്തില്ല, എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മുതിരയും ഉണ്ണിക്കാമ്പും റെഡി ആയിട്ടോ. ഉപ്പേരി റെഡിയായേ. മണമൊക്കെ കേട്ടിട്ട് നന്നായിന്ന് തോന്നുന്നു. കൊടുത്തു നോക്കിയാൽ അഭിപ്രായം പറയും. 4 ചിക്കനും കേട്ടോ. പിന്നെ ഇത് നാളേക്ക് അരിഞ്ഞു വെച്ചാട്ടോ, രാത്രി അരിഞ്ഞു വെച്ചാൽ രാവിലെ ഇതൊന്നും അരിയാൻ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പം മാഷ് ചോദിച്ചു, നോട്ടം ചോദിച്ചിങ്ങനെ ഇതെന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നാളേക്ക് അരിഞ്ഞു വെച്ചാണ്. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ ഒരാഴ്ച ഇത് തന്നെയാണോ എന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നല്ലതാട്ടോ, വയറിനൊക്കെ നല്ലതാണ്. പിന്നെ എന്താ പറയുക, പണ്ടത്തെ അമ്മമാരൊക്കെ പറയുന്നേക്കാം, ഈ അപ്പൻഡിക്സിൻ്റെ ഇതിനൊക്കെ ഇത് രാവിലെ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് വെറും വയറ്റിൽ കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാട്ടോ. അപ്പോൾ എന്തായാലും ഇത് കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളെ വീഡിയോ അടുത്ത വീഡിയോയുടെ പണിപ്പുരയിലാണ്, അത് നിങ്ങൾ റെഡിയായി വരുന്നേ ഉള്ളൂ. നമ്മളെ പുരാണ കഥയായിട്ട് ഞങ്ങൾ വേഗം വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കാണുക, എന്നിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്.